ഈ വീഡിയോ ശരിക്കുള്ള സുമതി വളവുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇത് വെറും എൻ്റർടൈൻമെൻറ്റ് മാത്രമുണ്ടാക്കിയ ഒരു വീഡിയോ മാത്രമാണ്. പാലക്കാട് ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമത്തിൻ്റെ അറ്റത്ത് ജനങ്ങൾ ഭയപ്പെടുന്ന ഒരു വഴിത്തിരിവ്. അതിൻ്റെ പേര് സുമതി വളവ്. പഴയ കാലത്ത് ഗ്രാമത്തിൽ വെളിച്ചം കുറവ്, കഴിഞ്ഞു പോകുന്ന റോഡ്, ഇരുവശവും കാട്ടുപുല്ലും വൻവൃക്ഷങ്ങളും. പകൽ സമയത്ത് എല്ലാം സാധാരണമായിരുന്നു. പക്ഷേ രാത്രി 9 മണിക്ക് ശേഷം ആ വഴിക്ക് ജീവൻ്റെ ചൂടുകൾ പോലും കേൾക്കില്ല. കാരണം ഒരു ആത്മാവ്. 1985 സുമതി എന്ന പെൺകുട്ടി ഗ്രാമത്തിൽ എല്ലാവർക്കും അറിയപ്പെട്ട ഒരു മനോഹരിയായിരുന്നു. പിതാവ് കർഷകൻ, മാതാവ് വീട്ടമ്മ. സുമതി ഗ്രാമത്തിലെ ഏക ഹൈസ്കൂൾ വരെ പഠിച്ച പെൺകുട്ടിയായിരുന്നു. അവളുടെ സ്വപ്നം നഴ്സായി ജോലി ചെയ്ത് മാതാപിതാക്കളെ സഹായിക്കുക എന്നായിരുന്നു. പക്ഷേ വിധി വേറെ കഥ എഴുതിയിരുന്നു. ഒരു ദിവസം അവളുടെ വീട്ടുകാർ സുമതിക്ക് ഇഷ്ടമില്ലാത്ത ഒരു ആളുമായി വിവാഹം നിശ്ചയിച്ചു. ആ ആൾ ക്രൂര സ്വഭാവമുള്ളവൻ, മദ്യപാനിയും. സുമതി പലവട്ടം എതിർത്തെങ്കിലും ആരും കേട്ടില്ല. ഒരു മഴയുള്ള രാത്രി വീട്ടിൽ കലഹം തുടങ്ങി. സുമതി അമ്മയോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്ക് അവനുമായി വിവാഹം വേണ്ടമ്മേ. പക്ഷേ അച്ഛൻ്റെ ശബ്ദം ശക്തമായിരുന്നു, നമ്മുടെ കുടുംബത്തിന് ഇതാണ് നല്ലത്. ആ രാത്രി ആരും ശ്രദ്ധിക്കാത്തപ്പോൾ സുമതി ഒരു കുടയെടുത്ത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് നടന്നു. ചന്ദ്രൻ്റെ വെളിച്ചത്തിൽ മങ്ങിയൊരു വഴിയിലൂടെ അവൾ നടന്നു. ആ വഴിയുടെ വളവ്. വലിയ ആൽമരത്തിൻ്റെ അടിയിൽ അവൾ എത്തിയപ്പോൾ പിന്നിൽ കാലടി ശബ്ദം. അവൾ തിരിഞ്ഞു നോക്കി. ഒരു മനുഷ്യൻ, മുഖത്ത് വിചിത്രമായൊരു പുഞ്ചിരി. അവൻ അവളുടെ വിവാഹം നിശ്ചയിച്ച ആ ആളായിരുന്നു. എന്നെ വിട്ടുപോകാൻ പറ്റുമെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവളെ പിടിച്ചു. വഴിയിൽ വലിയൊരു പിണക്കം. മഴക്കാലത്തു ഒരു തെറ്റായ അടിയിൽ സുമതി ആ വളവിന് അരികിലെ പഴയ കിണറ്റിലേക്ക് വീണു. കിണറ്റിലെ വെള്ളത്തിൻ്റെ തണുത്ത ശബ്ദം മാത്രം കേട്ടു. പിന്നീട് മൗനം. അടുത്ത ദിവസം ഗ്രാമക്കാർ അവളുടെ കുട കണ്ടെത്തി. പക്ഷേ ശരീരം ഒരിക്കലും കണ്ടില്ല. പലരും പറഞ്ഞു, അവളുടെ ആത്മാവ് അവളുടെ വേദനയുമായി ആ വളവിൽ കുടുങ്ങി. ആ സംഭവം കഴിഞ്ഞ് മാസങ്ങൾക്കിപ്പുറം രാത്രിയിൽ ആ വളവിലൂടെ പോകുന്നവർ വിചിത്ര കാര്യങ്ങൾ അനുഭവിച്ചു. ചിലർക്ക് പിന്നിൽ സ്ത്രീയുടെ കാലടി ശബ്ദം, ചിലർക്ക് ബൈക്ക് എഞ്ചിൻ സ്വയം ഓഫാവുക, ചിലർക്ക് ചെവിയിൽ അനന്തമായൊരു കരച്ചിൽ, പിന്നെ ചെറിയൊരു ചിരി. ഒരാൾ പറഞ്ഞു, വളവിൻ്റെ നടുവിൽ വെളുത്ത സാരിയിൽ ഒരു പെൺകുട്ടി നിൽക്കുന്നത് കണ്ടു. മുഖം കാണാനായില്ല. ഒരു രാത്രി ഒരു യുവാവ് ആ വഴിയിലൂടെ ബൈക്ക് ഓടിച്ചു. മധ്യത്തിൽ ബൈക്ക് നിലച്ചു. അവൻ ഇറങ്ങി പരിശോധിക്കുമ്പോൾ പിന്നിൽ, നീ എനിക്ക് ഓർമ്മയുണ്ടോ എന്നൊരു സ്ത്രീയുടെ ശബ്ദം. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ വെളുത്ത വസ്ത്രത്തിൽ മുടി മുഴുവൻ മുന്നിലേക്ക് വീണ ഒരു സ്ത്രീ. ബൈക്കിൻ്റെ അരികിൽ മുഖം കാണാനായില്ല. അടുത്ത നിമിഷം അവൾ ബൈക്കിൻ്റെ കണ്ണാടിയിൽ മാത്രം പ്രത്യക്ഷപ്പെട്ടു. യുവാവ് ചിത്തവിഭ്രമത്തോടെ ഓടി. പിന്നെ ആ വഴിയിൽ ഒരിക്കലും വന്നില്ല. ഇന്നും ഗ്രാമക്കാർ പറയുന്നു, അർദ്ധരാത്രി 12 മുതൽ 3 വരെ സുമതി വളവ് കടന്നു പോകരുത്. കാരണം സുമതി ഇന്നും അവിടെ കാത്തിരിക്കുന്നു. അവളുടെ കഥ കേൾക്കാൻ, അവളുടെ കണ്ണുനീർ പങ്കിടാൻ, ഒരു പക്ഷേ അടുത്ത ഇരയായി നിങ്ങളെയാകാൻ.